ഹായ് ഗൈസ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏഹ് ഇന്നത്തെ ഭാഷയിൽ ഒരു വ്യത്യാസം ഉണ്ടാവാം. ഇത് മലയാളത്തിലായിരിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അതായത് കേരളത്തിലെ വെറ്ററിനറി സർവകലാശാലയായ കേവാസുവിലേക്ക് ബാച്ചുലർ ഓഫ് വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്ന കോഴ്സിലേക്ക് കയറാനുള്ള യോഗ്യതയെ പറ്റിയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ പറ്റിയും പിന്നെ കേരള വെറ്ററിനറി സർവകലാശാലയെ പറ്റി കുറച്ച് കാര്യങ്ങളുമായിരിക്കും ഈ വീഡിയോയിൽ കാര്യമായിട്ട് പറയുന്നത്. നീറ്റ് 2020 എഴുതിയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക. സോ കെ വാസു എന്ന് പറയുന്നത് കേരളത്തിലെ വെറ്റിനറി സർവകലാശാലയാണ്. കെ വാസു. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പൂക്കോടാണ്. അതായത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള പൂക്കോട് എന്നതാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പിന്നെ ഈ കെ വാസുവിന്റെ അടിയിൽ പല പല കോളേജുകളുണ്ട്. വെറ്ററിനറി ബിരുദം തരുന്നത് ആ കൂടെ 2 കോളേജുകളിലാണ്. ഒന്ന് CVAS മണ്ണുത്തി തൃശ്ശൂരും രണ്ടാമത്തേത് CVAS പൂക്കോട് വയനാടും. ബാക്കി യാതൊരു ക്യാമ്പസുകളിലും BVSC എന്ന ഡിഗ്രി നൽകുന്നതല്ല. ഇനി അഡ്മിഷൻ. ഈ കോളേജുകളിലേക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും ഉണ്ട്, മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും ഉണ്ട്, ഡോക്ടറൽ പ്രോഗ്രാംസും ഉണ്ട്. UG പ്രോഗ്രാമുകളിലെ BTechഉം BVSCയും ഒക്കെയും നീറ്റ് സ്കോറിന്റെ ബേസിസിലാണ് കേരള എൻട്രൻസ് കമ്മീഷണർ നൽകുന്ന അലോട്ട്മെന്റ് ലിസ്റ്റിൽ വെച്ചാണ് എടുക്കുന്നത്. NRI കോട്ട, മാനേജ്മെന്റ് സീറ്റ്, പ്രൈവറ്റ് സീറ്റ് എന്നിവ കെ വാസുവിലില്ല. സോ പറ്റിക്കപ്പെടാതിരിക്കുക. കെ വാസുവിൽ പ്രൈവറ്റ് വെറ്റിനറി സീറ്റുകൾ മേടിച്ചു തരാമെന്ന് പറയുന്ന പല ക്വാക്സിൽ നിന്നും രക്ഷപ്പെടുക. അങ്ങനെ ഒരു സീറ്റ് കെ വാസുവിലില്ല. വെറ്ററിനറി സയൻസിന് NRI സീറ്റ്. സോ വെറ്ററിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് കെ വാസു പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ പ്രൊഫസർ ഡോക്ടർ MR ശശീന്ദ്രനാഥൻ സാറാണ്. പിന്നെ നീറ്റിന്റെ സ്കോർ ബേസ് ചെയ്തിട്ട് കേരള എൻട്രൻസ് കമ്മീഷണർ ഉണ്ടാക്കുന്ന റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് കേരളത്തിലെ വെറ്റിനറി കോളേജുകളിലേക്കുള്ള അലോട്ട്മെന്റ് നടക്കുന്നത്. ഇനി നേരെ മറിച്ച് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിന്റെ 15% സീറ്റിൽ പൂക്കോട് കോളേജിൽ നിന്നും മണ്ണുത്തി കോളേജുകളിൽ നിന്നും സീറ്റ് ഉണ്ട്. ആ സീറ്റ് AIPVT ആയിരിക്കും ഫിൽ ചെയ്യുന്നത്. പിന്നെ സെൽഫ് ഫിനാൻസിങ് സീറ്റ് കെ വാസുവിലില്ല. ഹെഡ് ക്വാർട്ടേഴ്സ് പൂക്കോടാണ്. കോളേജിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2 വെറ്റിനറി കോളേജുകളാണ് കെ വാസുവിന്റെ അടിയിലുള്ളത്. ഒന്ന് CVAS മണ്ണുത്തി തൃശൂർ, രണ്ടാമത്തേത് CVAS പൂക്കോട് വയനാട്. 2 ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റ് കോളേജുകളാണ്. ആയതിനാൽ തന്നെ ഫീസ് വളരെ കുറവാണ്. ഒരു വർഷം 19,800 രൂപയാണ് കോഴ്സ് ഫീ. 2 കോളേജുകളും വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. മണ്ണുത്തിയെ കോളേജ് 1955-ലും പൂക്കോടുള്ള കോളേജ് 1999-ലുമാണ് ഉണ്ടാക്കിയത്. ഇനി BVSC AHലേക്കുള്ള അഡ്മിഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. നീറ്റിലൂടെയും കീമിലൂടെയും മാത്രമേ BVSC ആൻഡ് AH എന്ന കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നൽകുന്നുള്ളൂ. പിന്നെ പൂക്കോട് 80 സീറ്റുകളാണ് ഒരു വർഷം ഉള്ളത്. മണ്ണുത്തിയിൽ 100 സീറ്റ്, അതായത് കീം 2020 പ്രോസ്പെക്ടസ് പ്രകാരം മണ്ണുത്തിയിൽ 100 സീറ്റുകളാണ്. ഈ 100 സീറ്റിൽ 15 സീറ്റ് ഓൾ ഇന്ത്യ കോട്ട സീറ്റാണ്. അത് ഫിൽ ചെയ്യുന്നത് AIPVT ആണ്. ഇനി പൂക്കോടുള്ള 80 സീറ്റുകളിൽ 12 സീറ്റ് ഓൾ ഇന്ത്യ കോട്ട സീറ്റാണ്. അത് ഫില്ല് ചെയ്യുന്നതും AIPVT തന്നെയാണ്. ഇനി അഥവാ ഓൾ ഇന്ത്യ പ്രീ വെറ്റിനറി ടെസ്റ്റ് അഥവാ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന അലോട്ട്മെന്റിൽ ഈ സീറ്റുകൾ, അതായത് ഈ 15ഉം ഈ 12ഉം ഫില്ല് ആയില്ലെങ്കിൽ ബാക്കി വരുന്ന സീറ്റുകൾ ഫില്ല് ചെയ്യാനുള്ള അധികാരം കേരള എൻട്രൻസ് കമ്മീഷണർക്കാണ് ഉള്ളത്. ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് ആർ മെയിൻലി VCI ഫില്ലിംഗ് ആണ് എല്ലായിരിക്കും. സ്റ്റേറ്റ് കോട്ട കീം കൗൺസിലിംഗ് വഴിയായിരിക്കും നടക്കുന്നത്. കേരള എൻട്രൻസ് കമ്മീഷണർ ആയിരിക്കും അതിന്റെ ഹെഡ്. ഇനി ഓൾ ഇന്ത്യ കോട്ട സീറ്റ് റിസർവേഷനെ പറ്റി പറയുകയാണെങ്കിൽ പൂക്കോട് 12 സീറ്റും മണ്ണുത്തിയിൽ 15 സീറ്റും. അതിൽ ജനറൽ കാറ്റഗറിയിൽ 9 സീറ്റ് ഉണ്ട്. മണ്ണുത്തിയിലാണെങ്കിൽ അത് 11ആണ്. പിന്നെ URPHന് മണ്ണുത്തിയിൽ 1 സീറ്റ് ഉണ്ട്. OBCക്ക് 2 കോളേജുകളിലും സീറ്റില്ല. OBC ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിനും 2 കോളേജ് സീറ്റില്ല. SC കാറ്റഗറിയിൽ വരികയാണെങ്കിൽ പൂക്കോട് 2 സീറ്റുണ്ട്, മണ്ണുത്തിയിലും 2 സീറ്റുണ്ട്. ST കാറ്റഗറിയിൽ വരികയാണെങ്കിൽ പൂക്കോട് 1 സീറ്റ്, മണ്ണുത്തി 1 സീറ്റ്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള STക്ക് 2 സ്ഥലത്തും സീറ്റ് റിസർവേഷൻ ഇല്ല. അടുത്തത് നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്.
എല്ലാ ഡാറ്റയും കേരള എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മെഡിക്കൽ എന്ന കീം വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഫേസ് 2 അലോട്ട്മെന്റിലാണ് 2020 വെറ്റിനറി ഒക്കെ വന്നത്. അതായത് ഫേസ് 1 അലോട്ട്മെന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് എഞ്ചിനീയറിംഗും പിന്നെ ബിഫാമും ആർക്കിടെക്ചർ ഒക്കെയാണ് കഴിഞ്ഞത്. ഫേസ് 2 വെറ്റിനറി വരുന്നത്. അപ്പോ നെയിം ഓഫ് കോളേജ് TCV ആണ് കോഡ്, WYV ആണ് വയനാട് കോളേജ്, തൃശ്ശൂരിൻ്റെത് TCV. അപ്പൊ BVSCയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 2685 ആയിരുന്നു. ഫേസ് 2 കാര്യമാണ് നമ്മൾ പറയുന്നത്. 85 ആയിരുന്നു മണ്ണൂത്തിയിലെ ജനറൽ കാസ്റ്റിന് സ്റ്റേറ്റ് മെറിറ്റ് പോയത്. പൂക്കോട് ആയിരുന്നെങ്കിൽ അത് 3191. ബാക്കിയുള്ള പല കാസ്റ്റുകളുടെയും പല കാസ്റ്റ് വൈസ് ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ ഫേസ് 3 പോവുകയാണെങ്കിൽ അതില് മണ്ണൂത്തി കോളേജിൽ 2930 എത്തിയിട്ടുണ്ട്. വയനാട് കോളേജിലാണെങ്കിൽ 3354 വരെ പോയിട്ടുണ്ട് ജനറൽ മെറിറ്റ്. ഇനി ഫേസ് 4 പോവുകയാണെങ്കിൽ തൃശ്ശൂരുള്ള കോളേജിൽ 3609 വരെ പോയിട്ടുണ്ട്. ജനറൽ കാസ്റ്റ് 3609 സ്റ്റേറ്റ് മെറിറ്റ്. വയനാടുള്ള പൂക്കോട് വെറ്റിനറി കോളേജിലാണെങ്കിൽ അത് 4009 വരെ പോയിട്ടുണ്ട് സ്റ്റേറ്റ് മെറിറ്റിൽ. ഇനി ഇതെല്ലാം മാറ്റിമറിക്കുന്ന വേറൊരു അലോട്ട്മെന്റ് ഉണ്ട്. അതാണ് നമ്മുടെ മോപ്പപ്പ് അലോട്ട്മെന്റ് അഥവാ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. അവിടെ ചിലപ്പോൾ നമ്മുടെ ഭാവി മാറി മറിയാം. കാരണം പല റാങ്കുള്ള ആൾക്കാർക്കും അന്നത്തെ സ്പോട്ട് അഡ്മിഷനിൽ എത്തിച്ചേരാൻ പറ്റാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു വിലപ്പെട്ട സീറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സ്പോട്ട് അഡ്മിഷനിൽ വയനാട് കോളേജിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് പോയത് 5292. 5292 സ്റ്റേറ്റ് മെറിറ്റിൽ ഒരൊറ്റ സീറ്റ് ഉണ്ടായിരുന്നു. അത് സ്റ്റേറ്റ് മെറിറ്റിൽ 5292 റാങ്കിന് പോയി. സോ എല്ലാരും ഹോപ്പ് വെക്കണം. കാരണം നമ്മൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പിന്നെ എല്ലാ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക. ഓൾ ഇന്ത്യ തരത്തിലായിക്കോട്ടെ, APVT കൗൺസിലിംഗ് ആയിക്കോട്ടെ, ഇനി കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന കീം കൗൺസിലിംഗ് ആയിക്കോട്ടെ, രണ്ടും അറ്റൻഡ് ചെയ്യാം. പിന്നെ മോപ്പപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. കാരണം അത് മാറ്റിമറിക്കും നിങ്ങളുടെ ലൈഫ്. സോ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.